ഹലോ, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാചകത്തിൻ്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ താക്കോൽ ബിസ്മില്ലാഹ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചിട്ട് പ്രധാനമായും 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. 1. ബർക്കത്ത് അഥവാ ഐശ്വര്യം. 2. ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണം. 3. ഭയത്തിൽ നിന്നുള്ള മോചനം എന്നിവയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബിസ്മി ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാറുണ്ട്. അത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ് ബിസ്മില്ലാഹും ഷെയ്ത്താനും എന്ന ഒരു വിഷയത്തെപ്പറ്റി. ഒരു ഇസ്ലാമിക് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്നാണ് കഥയുടെ പേര്. ഫാത്തിമ, മിർഹ എന്ന 2 സുഹൃത്തുക്കളുടെ കഥയാണ് ഇത്. ഫാത്തിമ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുന്ന ശീലമുള്ളവളായിരുന്നു. എന്നാൽ മിർഹ വിചാരിച്ചിരുന്നത് എല്ലാ കാര്യത്തിനും ഇത് പറയേണ്ടതില്ലെന്നും മനസ്സ് നന്നാവുകയാണ് പ്രാധാന്യം എന്നായിരുന്നു മിർഹയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു ദിവസം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഫാത്തിമ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചപ്പോൾ മിർഹ അത് ചെയ്തില്ല. ഉടനെ തന്നെ മിർഹയ്ക്ക് തൻ്റെ പ്ലേറ്റിന് ഭാരം കൂടുന്നതായും മനസ്സിൽ ഒരു പേടി അനുഭവപ്പെടുന്നതായിട്ടും തോന്നി. അന്ന് രാത്രി മിർഹയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സ് അസ്വസ്ഥമാവുകയും പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പേര് പറയാത്ത ഇടങ്ങളിൽ ശൈത്താന് സ്വാധീനമുണ്ടാക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പേടിച്ചു പോയ മിർഹ ഫാത്തിമയോട് സഹായം തേടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് പ്രകാരം ഒരാൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ അതിൽ പങ്കുചേരുമെന്ന് ഫാത്തിമ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫാത്തിമയുടെ ഉപദേശം കേട്ട് മിർഹ മനസ്സറിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതോടെ അവളുടെ പേടി മാറുകയും മനസ്സിന് വലിയ സമാധാനം ലഭിക്കുകയും ചെയ്തു. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണം. ബിസ്മില്ലാ എന്നത് വെറുമൊരു വാക്കല്ല, അത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ്. ഏത് നല്ല കാര്യവും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നത് ആ പ്രവൃത്തിയിൽ ബർക്കത്തുണ്ടാവാൻ കാരണമാകുന്നു. തെറ്റുകൾ തിരുത്തി നല്ല വഴിക്ക് നടത്താൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ഈ കഥയിലൂടെ നമുക്ക് ആ ഒരു മനസ്സും ഉണ്ടാവേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങളും ബിസ്മി ചൊല്ലി തുടങ്ങുന്നതിലൂടെ ശൈത്താൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനും നമുക്ക് സാധിക്കും. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രീതിയും അനുഗ്രഹവും ഒക്കെ ലഭിക്കാനും അള്ളാഹുവിൻ്റെ നാമം നമുക്ക് ഉച്ചരിക്കാനും ഉള്ള മനസ്സും സമയവും സന്ദർഭവും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ബിസ്മില്ലാ എന്ന ഒരു നാമം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും തുടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.